മെറ്റബോളിസം പഠിക്കുമ്പോൾ സ്റ്റുഡൻസ് ചെയ്യുന്ന വലിയ മിസ്റ്റേക്ക് ഇതാണ്. പലരും അമിനോ ആസിഡ്സിന്റെ നെയിംസ് ഓർക്കാൻ മാത്രം ശ്രമിക്കും. പക്ഷേ പ്രോട്ടീൻ ബോഡിയിൽ എന്ത് ചെയ്യുന്നു എന്ന് മനസ്സിലാക്കാതെ നിങ്ങൾ പഠിക്കും. അപ്പോഴാണ് ടോപ്പിക് ഡ്രൈ ആയിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത്. പ്രോട്ടീൻ എന്നത് മസിൽ മാത്രമല്ല, പ്രോട്ടീൻ ബോഡിയുടെ ബിൽഡിംഗ് മെറ്റീരിയൽ ആണ്. സ്കിൻ, മസിൽസ്, എൻസൈംസ്, ഹോർമോൺസ്, ആന്റിബോഡീസ് എന്നിവയിൽ പ്രോട്ടീന് വലിയ റോളുണ്ട്. ഫുഡിൽ നിന്ന് പ്രോട്ടീൻ കിട്ടുമ്പോൾ അത് അമിനോ ആസിഡ്സ് ആയി ബ്രേക്ക് ചെയ്യും. ഈ അമിനോ ആസിഡ്സ് ഉപയോഗിച്ച് ബോഡി പുതിയ പ്രോട്ടീൻസ് ഉണ്ടാക്കും. എക്സ്ട്രാ അമിനോ ആസിഡ്സ് ശരീരത്തിൽ സ്റ്റോർ ചെയ്യാൻ പറ്റില്ല. സോ അതുകൊണ്ട് എക്സസ് അമിനോ ആസിഡ്സ് ലിവറിൽ പ്രോസസ് ചെയ്യും. അവിടെ അമോണിയ ഉണ്ടാകും. അമോണിയ ടോക്സിക് ആയതിനാൽ അത് യൂറിയ ആയി മാറ്റി യൂറിൻ വഴി പുറത്താക്കും. കിഡ്നി ഡിസീസ്, ലിവർ ഡിസീസ്, മാൽ ന്യൂട്രീഷൻ, വൂണ്ട് ഹീലിംഗ് എന്നിവ മനസ്സിലാക്കാൻ പ്രോട്ടീൻ മെറ്റബോളിസം നിങ്ങൾ അറിഞ്ഞിരിക്കണം. പേഷ്യന്റിന് പ്രോട്ടീൻ കുറയുമ്പോൾ ഹീലിംഗ് സ്ലോ ആകും. പ്രോട്ടീൻ പഠിക്കുമ്പോൾ ഇനി ഒരു ചോദ്യം നിങ്ങൾ ചോദിക്കാം: ഇത് ബോഡി ബിൽഡ് ചെയ്യാനാണോ അതോ റിപ്പയർ ചെയ്യാനാണോ എന്ന്. പ്രോട്ടീൻ മെറ്റബോളിസം സിമ്പിൾ ആയി വേണമെങ്കിൽ നഴ്സിംഗ് എന്ന താഴെ കമന്റ് ചെയ്യൂ. ഡെയിലി യൂസ്ഫുൾ കോൺസെപ്റ്റ്സ് വളരെ സിമ്പിൾ ആയി എക്സ്പ്ലെയിൻ ചെയ്യുന്ന റീൽസ് കാണാൻ ഇപ്പോൾ തന്നെ ഈ പേജ് ഒന്ന് ഫോളോ ചെയ്യൂ. ഇങ്ങനെ സിമ്പിൾ ആയി മലയാളം എക്സ്പ്ലനേഷൻ ഉപയോഗിച്ച് പഠിക്കാൻ സഹായിക്കുന്ന സബ്ജക്ട് വൈസ് റെക്കോർഡഡ് ക്ലാസ്സസ് ഇപ്പോൾ അവൈലബിൾ ആണ്. ഡെമോ ക്ലാസ് കാണാൻ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ DM-ൽ ഡെമോ എന്ന് മെസ്സേജ് അയക്കും.